ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ക്ഷണിച്ചു വരുത്തുന്ന ഒരു പ്രാർത്ഥനയാണ് ദൈവവചനം അനുസരിക്കുന്ന പ്രാർത്ഥന. സഭയിൽ ദൈവവചനം അനുസരിക്കുന്നവരുടെ എണ്ണം, ദൈവവചനം അനുസരിക്കുന്ന ശുശ്രൂഷകരുടെ എണ്ണം, കുടുംബങ്ങളുടെ എണ്ണം പരിശുദ്ധാത്മാവ് വർദ്ധിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തെ അനുസരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിമല ഹൃദയപ്രതിഷ്ഠയുടെ വിമല പാതയിൽ എന്ന ശുശ്രൂഷയുടെ 31-ാമത്തെ ദിവസത്തിലാണ് നമ്മൾ പ്രാർത്ഥനയോടെ വളരെ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ എത്തി നിൽക്കുന്നത്. ഈ ഒരു ശുശ്രൂഷയെ പരിശുദ്ധാത്മാവ് നയിക്കുന്നുണ്ട്. ഈ ശുശ്രൂഷയിലൂടെ നിങ്ങളുടെ കുടുംബം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ഏറ്റവും വിലയുള്ള ഒന്നാണ് ഒരാൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നു എന്നുള്ളൊരു കാര്യം. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് സ്വീകരിക്കാൻ 100 വഴികളില്ല. നമുക്ക് എന്ത് കാര്യത്തിനും കുറേ വഴികളുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരാളിലേക്ക് എത്താൻ വെളിപാട് ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുകയും അതനുസരിക്കുകയും അതിൽ ജീവിക്കുകയും ചെയ്യുന്നവരാണ് അനുഗ്രഹിക്കപ്പെടുക. അപ്പോൾ അനുഗ്രഹത്തിലേക്കുള്ള വഴി ദൈവവചനത്തിലൂടെയുള്ള വഴിയാണ്. ദൈവവചനത്തിലൂടെയാണ് ഒരാളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവവചനം കേൾക്കുന്ന നിങ്ങൾ ഈ കേൾക്കുന്ന വചനത്തിലൂടെ സർവശക്തനായ ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ തലമുറയും നിങ്ങളുടെ അധ്വാനങ്ങളും സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളാൽ അനുഗ്രഹിക്കപ്പെടും. പൗലോസ്ലീഹ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, ദൈവത്തിൻ്റെ കൃപയും സമാധാനവും അനുഗ്രഹവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന്. ഞാനും ഈ സമയത്ത് പ്രസംഗിക്കുമ്പോൾ ആ വചനം നിങ്ങളോട് പറയുമ്പോൾ ഈ കാര്യം നിങ്ങളോട് പറയുകയാണ്. ഇന്ന് 31-ാമത്തെ ദിവസമാണ്. ദൈവം അനുഗ്രഹിച്ചതിൻ്റെ 31 ദിവസങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആരാധനയും വിശുദ്ധ വചനങ്ങളൊക്കെ നമുക്ക് വലിയ രീതിയിൽ പ്രയോജനപ്പെടും. ചെറിയ രീതിയിലല്ല, വലിയ രീതിയിൽ അത് പ്രയോജനപ്പെടും. വചനം നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. വചനം നിങ്ങൾക്ക് ജീവൻ നൽകും. വചനം നിങ്ങളുടെ കുടുംബങ്ങളിൽ സന്തോഷമായി സമാധാനമായി നിറയും. വചനത്തിൽ നിങ്ങളുടെ ജീവിതം പുതുക്കി പണിയാൻ സാധിക്കും. വചനത്തിലൂടെ പുതിയ തീരുമാനങ്ങളുണ്ടാകും, നിലപാടുകളുണ്ടാകും. ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. ഇന്ന് നമ്മൾ എടുക്കുന്ന ദൈവവചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള ദൈവവചന ഭാഗങ്ങളാണ്. ഈ വചനം വായിക്കുമ്പോൾ അതിൻ്റെ ഹെഡിങ് ആദ്യത്തെ ശിഷ്യന്മാരെന്നാണ്. ഹെഡിങ് വായിക്കുന്നതനുസരിച്ച്, ഹെഡിങ്ങിൻ്റെ ആ ഒരു സ്വഭാവം അനുസരിച്ച് നോക്കിയാൽ അത് ശിഷ്യന്മാരുമായി ബന്ധപ്പെട്ട ഏതോ ഒരു കാര്യമാണ് ആ പാരഗ്രാഫിൽ പറയുന്നത് എന്ന് നമുക്ക് തോന്നും. പക്ഷേ ശിഷ്യന്മാരുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ കാര്യമൊന്നല്ല, അത്യാവശ്യമായൊരു കാര്യത്തെ ദൈവവചനം അവതരിപ്പിക്കുന്നു അത്രയും വചനങ്ങളിലൂടെ. ആ വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ ഒരുക്കുക, പ്രതീക്ഷയോടെ ഇരിക്കുക. ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിത്തുപോലെ വിതയ്ക്കുകയാണ്. വചനം വിത്താണ്. അത് നിങ്ങളിൽ വീഴുമ്പോൾ അത് കിളിർക്കാതെ പോകരുത്, അത് വളരാതെ പോകരുത്, നഷ്ടപ്പെട്ടു പോകരുത്. നിങ്ങളിൽ വചനമാകുന്ന വിത്ത് നിങ്ങളുടെ ജീവിതമാകുന്ന മണ്ണിൽ വീഴുമ്പോൾ അത് കിളിർക്കണം, അത് വളരണം, അത് ഫലം ചൂടണം. അതും പ്രസംഗിക്കുന്ന എൻ്റെ ആഗ്രഹമല്ല, അത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ഈ വചനം നിങ്ങളിലേക്ക് അയക്കുമ്പോൾ അതാണ് ദൈവത്തിൻ്റെ ഹിതം, അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. കേവലം ഒരു കേൾവിക്കാരനെ പോലെ ഇരുന്ന് കേട്ടു തീർക്കുകയല്ല. ഈ വചനമാകുന്ന വിത്തിനെ വിശ്വാസത്തിൽ സ്വീകരിച്ചതിനെ വളർത്തുകയാണ്. അത് നിങ്ങളിൽ വളരണം, അതോടൊപ്പം നിങ്ങളും വളരാൻ തുടങ്ങും. ദൈവവചനം ഒരാളിൽ വളരുമ്പോൾ അയാൾ പോകുന്നിടത്ത് അനുഗ്രഹമുണ്ടാകും. അയാളുടെ ജീവിതത്തിനടുത്ത് അനുഗ്രഹം വന്നു ചേരും. അയാളുടെ ജീവിതത്തോടൊപ്പം അനുഗ്രഹവും ഉണ്ടായിരിക്കും. അത് സത്യമാണ്. നമ്മൾ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. 5-ാം അധ്യായം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. ആ വാക്യം നിങ്ങളും കൂടെ അത് വായിച്ച് ബൈബിൾ എടുത്ത് കൊണ്ടുവന്ന് തുറന്നു വച്ച് ആ ഭാഗം മടിയിൽ എടുത്തു വയ്ക്കുക. എന്നിട്ട് ആ വാക്യം ശ്രദ്ധിക്കുക. ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി.
ഇന്ന് ജനങ്ങൾ തിങ്ങിക്കൂടുന്നത് ഒരുപക്ഷെ ദൈവവചനം ശ്രവിക്കാനായിരിക്കത്തില്ല. മറ്റ് പ്രോഗ്രാം, വല്ല ആഘോഷങ്ങൾ, അല്ലെങ്കിൽ വലിയ പാട്ട്, വലിയ 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 ആളുകൾ വരുന്ന വലിയ സ്റ്റേജിന് മുമ്പിലൊക്കെ ആളുകൾ തിങ്ങിക്കൂടും. ദൈവവചനം കേൾക്കാം ഇന്നും ആളുകൾ കൂടാറുണ്ട്, തിങ്ങിക്കൂടാറുണ്ട്. പക്ഷെ പ്രാധാന്യം എവിടേക്കോ കുറഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ്, 2000 വർഷങ്ങൾക്ക് മുമ്പും ദൈവവചനം ഒരു സ്ഥലത്ത് ഉണ്ടാകുമ്പോൾ അവിടെയുള്ള ജനങ്ങൾ ഒരുമിച്ച് കൂടി തിങ്ങിക്കൂടുമായിരുന്നു. ഒരുമിച്ച് കൂടി ദൈവവചനം കേൾക്കാൻ വരുവാൻ. നമ്മൾ മാത്രമല്ല ദൈവവചനം കേൾക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്നത്. നമ്മുടെ കുടുംബം ഏതാണ്ട് ചെയ്ത വലിയ കാര്യമല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും സംവിധാനങ്ങളില്ല, ഇത്രയും ടെക്നോളജി ഇല്ല, എന്നിട്ട് പോലും സൗകര്യങ്ങളില്ലാത്ത കാലത്ത് ദൈവവചനം എന്ന് പറയുമ്പോൾ കേൾക്കാൻ ജനങ്ങൾ തിങ്ങിക്കൂടുമായിരുന്നു. അന്നത്തെ കാലത്ത് നമുക്കും ദൈവവചനം കേൾക്കാൻ ഒരുമിച്ച് വരാം. കുടുംബമായി പല സ്ഥലത്തിരിക്കാതെ ഒരുമിച്ചൊരു പ്രാർത്ഥനാ മുറിയിലേക്ക് വാ. ഒരുമിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ ഇരിക്കുക. ഈ വചനം നിങ്ങളെ സഹായിക്കുന്ന വചനമാണ്. നിങ്ങളെ കുറ്റപ്പെടുത്തുവാനോ നിങ്ങളെ താഴ്ത്തിക്കെട്ടുന്ന വചനങ്ങളല്ല, നിങ്ങളെ വളർത്തുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന വചനങ്ങളാണ് നിങ്ങളോട് ദൈവവചനത്തിലൂടെ സംസാരിക്കുന്നത്. ഇനി ഈ വചനം പ്രസംഗിച്ച സ്ഥലം, പ്ലേസ്, ഏത് സ്ഥലത്താണെന്ന് എഴുതിയിട്ടുണ്ട്? ഗനേസറത്തു തടാകത്തിൻ്റെ തീരത്ത്. അപ്പോൾ ഒരു കടലിൻ്റെ തീരത്തുള്ള മണലിൻ്റെ മുകളിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇത്രയും സംഭവം നടക്കുമ്പോൾ ഇവിടെ ജനങ്ങൾ ധാരാളം തിങ്ങിക്കൂടിയിട്ടുണ്ട്. യേശു അവിടെ നിൽപ്പുണ്ട്, വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചത് ആരെയാണെന്ന് എഴുതിയിട്ടുണ്ട്. നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കാനാണ് ഈ വചനം യേശു നമ്മളോട് പറഞ്ഞത്. 2-ാമത്തെ വാക്യം എഴുതിയിരിക്കുകയാണ്, 2 വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു. അപ്പോൾ അത്രയും ജനങ്ങൾ അവിടെ ഉണ്ടായിട്ട് അവരെ ഒന്നും കാണാതെ അപ്പുറത്ത് കിടക്കുന്ന 2 വള്ളങ്ങൾ എന്താണാവോ കാണാൻ കാരണം? അവിടെ എത്രയോ മനുഷ്യരവിടെ നിൽപ്പുണ്ട്, ജനങ്ങളാണ് നിൽക്കുന്നത്, തിങ്ങിക്കൂടി നിൽക്കുകയാണ്. അപ്പോഴും യേശു 2 വള്ളങ്ങളാണ് കണ്ടത്. ആ വള്ളത്തിൻ്റെ അടിയിൽ 2 മനുഷ്യർ ചുരുണ്ടിരിപ്പുണ്ട്. അവിടെ എഴുതിയിട്ടുണ്ട്, താഴെ എഴുതിയിട്ടുണ്ട്, മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുമായിരുന്നു. സന്തോഷമുള്ള അന്തരീക്ഷമാണോ ദുഃഖമുള്ള അന്തരീക്ഷമാണോ താഴോട്ട് വായിക്കാൻ മനസ്സിലാവും. രാത്രി മുഴുവൻ ഒരുപോലെ കണ്ണടയ്ക്കാതെ, വീട്ടിൽ കിടന്നുറങ്ങാതെ, കടലിൽ പോയി മീൻ പിടിക്കാൻ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഒരു മീനിനെ പോലും കിട്ടാതെ, ശൂന്യമായ വലയും ശൂന്യമായ മനസ്സും തളർന്ന ശരീരവും ഉറക്കമുള്ള കണ്ണുകളും മനസ്സും ശരീരവും ക്ഷീണിച്ച് ആ വള്ളത്തിൻ്റെ താഴെ തന്നെ ഇരുന്ന് വല കഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം നിങ്ങളോട് പറയട്ടെ. ഈ അപ്പുറത്ത് നിൽക്കുന്ന യേശുവിൻ്റെ അടുത്ത് ജനക്കൂട്ടം തിങ്ങിയിരിക്കുമ്പോഴും യേശു ശ്രദ്ധിച്ചത് ആരെയെന്നറിയോ? വേദനിച്ച് ആ വള്ളത്തിൻ്റെ സൈഡിൽ താഴെ ഇരുന്ന് കുനിഞ്ഞ് വല കഴുകുന്ന 2 പേരെ യേശു അവിടെ നിന്ന് കണ്ടു. അപ്പോൾ യേശുവിൻ്റെ കണ്ണുകളുടെ പ്രത്യേകത, ഏറ്റവും വേദനിക്കുന്ന മനുഷ്യൻ ആരായാലും എവിടെ ഇരുന്നാലും, ചിലപ്പോൾ പതുങ്ങിക്കൂടി ഒരു ഇരുട്ട് മുറിയിലിരിക്കുകയായിരിക്കും, ദൈവം നിങ്ങളെ കാണുന്നുണ്ട്. ദൈവം നിൻ്റെ കുടുംബത്തെ കാണുന്നുണ്ടെന്ന്. ദൈവത്തിൻ്റെ കണ്ണുകൾ ഇപ്പോൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ആ ഒരു അവസ്ഥയും വിഷമവും ക്ഷീണിച്ച ശരീരവും മനസ്സും അധ്വാനിച്ചിട്ടൊന്നും കിട്ടാത്ത അവസ്ഥയും മിച്ചമില്ലാത്ത അവസ്ഥയും ദൈവം കാണുന്നുണ്ടെന്ന്. അപ്പോൾ യേശു ആ 2 വള്ളത്തെയും അവിടെയുള്ള മനുഷ്യരെയും കണ്ടു. അവർ വല കഴുകുകയായിരുന്നു. 3-ാമത്തെ വാക്യം, ഒരു വള്ളം ആരുടെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു എന്നെഴുതിയിട്ടുണ്ട്. 3-ാമത്തെ വാക്യം, ശിമയോൻ്റേതായിരുന്നു ഒരു വള്ളം. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന അടുത്ത വാക്ക്, യേശു അതിൽ കയറി. അതാണ് ടേണിംഗ് പോയിൻ്റ്. ഇത്രയും വചനങ്ങളുണ്ട്, 11 വചനമുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വചനം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ഈ വാക്യമാണ്, യേശു അതിൽ കയറി. വായിക്കുമ്പോൾ സിമ്പിളാണ്, പക്ഷേ യൂട്ടേൺ പോലെ ജീവിതം തിരിഞ്ഞത് ഈ ഒരു വചനം തൊട്ടാണ്, ഈ ഒരു ടൈം തൊട്ടാണ്. അവിടെ നിന്ന യേശു ഒന്നും കിട്ടാത്ത ആ വള്ളത്തിലേക്ക്, നഷ്ടത്തിൻ്റെ കഥ പറയുന്ന ആ വള്ളത്തിലേക്ക് യേശു കയറി. ഈ 30-33 ദിവസം പ്രാർത്ഥനയുടെ ദിനങ്ങൾ ദൈവമായിട്ടിങ്ങനെ ശ്രേഷ്ഠമായൊരു അവസരം ഒരുക്കിയത് എന്തിനാണെന്നറിയാമോ? ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ കയറി വരണം.
പരിശുദ്ധ അമ്മയ്ക്ക് നിങ്ങളെ തന്നെ സമർപ്പിക്കുന്നത്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ കയറി വരണം, ദൈവാനുഗ്രഹം കയറി വരണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ബുദ്ധിയുണ്ട്, കഴിവുണ്ട്, ശക്തിയുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാം ഉണ്ട്, കഴിവുള്ളവരാണ്, എല്ലാത്തിനും മിടുക്കന്മാരാണ്. പക്ഷെ ജീവിതത്തിൽ വിജയിക്കാൻ നമുക്കെന്ത് വേണമെന്നറിയാം? ദൈവം അകത്തോട്ട് വരണം, ദൈവം നമ്മുടെ അകത്തു കയറണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം കയറി വരും. സക്കേവൂസിൻ്റെ വീട്ടിൽ യേശു കയറി ചെന്നു. നമ്മുടെ ജീവിതത്തിനകത്ത് അതാ യേശു പറഞ്ഞത്, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ മുട്ടുന്ന സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്തു പ്രവേശിച്ച് അവനോടൊത്ത് വസിക്കും. തുറന്നു കൊടുക്കണം. നോർമലായൊരു അന്തരീക്ഷം പറയട്ടെ. രാത്രി മുഴുവൻ മീൻ പിടിക്കാൻ പോയി, ഒരുപോലെ കണ്ണടയ്ക്കാതെ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ തിരിച്ചു വന്ന് എത്രയും പെട്ടെന്ന് വലയെല്ലാം മടക്കി കെട്ടിവെച്ച് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങണം എന്ന് ചിന്തിച്ചിരിക്കുന്ന ഈ വള്ളത്തിലേക്കാണ് യേശു കയറിയത്. നോർമലായൊരു മനുഷ്യനാണെങ്കിൽ ഒരു സ്വാഭാവികമായ രീതിയിൽ അന്നേരെ പറയും, ഈ വള്ളത്തെ ദയവ് ഇത് കയറരുത് കേട്ടോ, ഇതിപ്പോൾ അവൻ കടലിൽ പോയിട്ട് തിരിച്ചു വന്നതേ ഉള്ളൂ, ഇത് നീ പോകത്തില്ല, നാളെ പോവുള്ളൂ, ദയവ് ഇത് നിങ്ങൾ ഇറങ്ങണം എന്ന് പറയും. ഇവിടെ ഞാൻ ശിമയോൻ പത്രോസിൽ കണ്ടൊരു പ്രത്യേകതയുണ്ട്. ശിമയോൻ പത്രോസ് യേശു അതിൽ കയറിയപ്പം കയറരുത്, വേണ്ട എന്നും പറഞ്ഞ് ബ്ലോക്ക് ചെയ്തില്ല. യേശു വന്നപ്പം ആ വാതിലങ്ങ് തുറന്നു എന്ന് പറഞ്ഞാൽ വെൽക്കം ചെയ്തു, ഒന്നും പറഞ്ഞില്ല. ഇപ്പോൾ കയറരുത്, ഇനി എനിക്ക് തുഴയാൻ വയ്യ, എനിക്ക് ബുദ്ധിമുട്ടാണ്, നിങ്ങൾ പറയുന്ന പോലെ ഒന്നും വള്ളം എടുക്കാൻ എന്നെക്കൊണ്ടാവില്ല, ഒരു തർക്കുത്തരവും പറഞ്ഞില്ല. യേശു അതിൽ കയറി അനുസരിക്കുകയാണ് അടുത്തത്. എന്നിട്ട് പറഞ്ഞു, വള്ളം കരയുന്ന അല്പം അങ്ങോട്ട് നീക്കാൻ പറഞ്ഞു. വന്നു കയറി പണ്ടത്തെ ഇന്നത്തെ പോലത്തെ ചെറിയ മോട്ടർ ഘടിപ്പിച്ച വള്ളങ്ങളൊന്നുമല്ല. പണ്ടത്തെ കാലത്ത് കൈ കൊണ്ട് തുഴഞ്ഞു പോകേണ്ട വള്ളങ്ങളാണ്. രണ്ട് കൈയും ചിലപ്പോൾ ഒരപ്പലകയും തുഴഞ്ഞ് വേദനയോടെ ഇരിക്കുന്നൊരവസ്ഥയായിരിക്കും. ശിമയോൻ പത്രോസ് പറഞ്ഞില്ല, എൻ്റെ രണ്ട് കൈക്കും വേദനയാണ്, ശരീരം ഉറങ്ങാത്തതുകൊണ്ട് ഭയങ്കര ക്ഷീണമാണ്, നിങ്ങൾ ദയവ് ചെയ്ത് ഈ വള്ളത്തിൽ നിന്ന് ഇറങ്ങണം പ്ലീസ് എന്നല്ല പറഞ്ഞത്. അന്നേരം അതനുസരിച്ചു. വള്ളം അല്പം നീക്കാൻ പറഞ്ഞു. ദൈവവചനത്തെ അനുസരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. അനുസരിക്കുന്നവരാണ് അനുഗ്രഹം കൊണ്ടുവരുന്നവർ. കാനായിലെ കുടുംബത്തിൽ വെള്ളം വീഞ്ഞാകാൻ എന്നാ കാരണം? എന്തായിരിക്കും കാരണം? അവിടെ വചനം അനുസരിക്കുന്ന കുറച്ച് ശുശ്രൂഷകരുണ്ടായിരുന്നു. അതാണ് അവിടെ അനുഗ്രഹം ഉണ്ടായത്. അവർ പറഞ്ഞില്ലേ, യേശു പറഞ്ഞില്ലേ, വെള്ളം കൽഭരണി കൊണ്ടുപോയി അവിടെ നിരത്തി വയ്ക്ക്, വെള്ളം കോര്. വീഞ്ഞ് ഇല്ലാതാകുമ്പം ആരെങ്കിലും വെള്ളം കോരുമോ? ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല, അവരും കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ എന്നാലും യേശു അത് പറഞ്ഞപ്പം ആ വീട്ടിലെ ആൾക്കാരതനുസരിച്ച്, ആ അനുസരണയുള്ള ആ പ്രിയപ്പെട്ടവരാണ് ഈ അത്ഭുതത്തെ അവിടെ കൊണ്ടുവന്നത്. ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഈ പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ, വിധേയത്വത്തോടെ കേൾക്കുന്ന ഈ വചനങ്ങൾ കേൾക്കുന്ന നിങ്ങളിലൂടെയാണ് ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ നടക്കാൻ പോകുന്നത്. നിങ്ങളാണ് അനുഗ്രഹം നടക്കുവാൻ നിമിത്തങ്ങളായി മാറുന്ന ജീവിതങ്ങളാണ് എന്നെ കേൾക്കുന്നത്. ഇവിടെ പത്രോസ്, ശിമയോൻ പത്രോസിൻ്റെ വള്ളത്തിൽ കയറി ഇച്ചിരി അങ്ങോട്ട് നീക്കാൻ പറഞ്ഞപ്പോഴേ അദ്ദേഹവും ഒപ്പം കയറി കുറച്ചു നേരം അവിടെ നിന്ന് പഠിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ 4-ാമത്തെ വാക്യം, യേശു ശിമയോൻ പത്രോസിനോട് പറഞ്ഞു, ആ വല എടുക്ക്, നീ അത് എന്തിനാ ചുരുട്ടി വെച്ചത്? നഷ്ടവാ, ശരിയാകുകയില്ല, ഒന്നും കിട്ടിയില്ലല്ലോ, വിഷമത്തോടെയല്ലേ, അതെടുക്കാൻ പറഞ്ഞു. അവിടെ വച്ചതിനെ വീണ്ടും എടുപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വല ഇറക്കുക എന്ന് പറഞ്ഞു. ഇവിടെയാണ് ശിമയോൻ പത്രോസ് സിറ്റുവേഷൻ പറഞ്ഞു. ഗുരു അങ്ങ് പറയുന്ന പോലല്ല, ഞാനിപ്പോൾ എൻ്റെ നിലയിൽ സാഹചര്യം ഇതാണ്, അതാണ് പറഞ്ഞു തീരുന്ന സിറ്റുവേഷൻ കേട്ടോണം. ഇങ്ങനെയാണ് പറഞ്ഞത്. ശിമയോൻ മറുപടി പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല. അതാണ് സിറ്റുവേഷൻ, അതാണ് അവസ്ഥ. നമ്മളും നമ്മുടെ അവസ്ഥ നാട്ടുകാരോടല്ല പറയേണ്ടത്, ഫോൺ വിളിച്ച് ഫ്രണ്ട്സിനോടല്ല പറയേണ്ടത്. അവർ ഫോൺ വെച്ച് കഴിയുമ്പം ചിലപ്പോൾ അയ്യോ പാവം പറയും, ചിലപ്പോൾ സയ്യോ സാരമില്ല, കഷ്ടമുണ്ട് കേട്ടോ, പ്രാർത്ഥിക്കാമെന്ന് പറയും. നമ്മളുടെ അവസ്ഥ മറ്റുള്ളവരോടല്ല നമ്മൾ പറയേണ്ടത്. ശിമയോൻ പത്രോസ് തൻ്റെ അവസ്ഥ ദൈവത്തോട് പറഞ്ഞു. ഒരു വാക്യമുണ്ട് വചനത്തിൽ, എൻ്റെ അവസ്ഥ എൻ്റെ ദൈവത്തോട് പറഞ്ഞപ്പോൾ അവിടുന്ന് എന്നോട് കാരുണ്യം കാണിച്ചു എന്ന്. നിങ്ങളുടെ അവസ്ഥ ദൈവസന്നിധിയിൽ നിങ്ങൾ അവതരിപ്പിക്കണം. ശിമയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയിട്ടില്ല, ഒരു മെച്ചവും ഇല്ല, ഒന്നും മിച്ചവും ഇല്ല. നമ്മൾ ഒത്തിരി പേരുടെ ജീവിതത്തിൽ നമ്മൾ പറയുന്ന ഒരു വാക്കാണ്, ഞാൻ അധ്വാനിച്ചിട്ട് ഇത്രയും നാളായി ഞാൻ പണിയെടുക്കാൻ തുടങ്ങിയിട്ട്, ഞാൻ ബിസിനസ് നടത്താൻ തുടങ്ങിയിട്ട് എനിക്കൊരു മിച്ചവും ഇല്ല, ഒരു മെച്ചവും ഇല്ല.
ഒരു മിച്ചവും ഇല്ല, ഒന്നും മെച്ചം. ഇത് രണ്ടും ദൈവമാണ് കൊണ്ടിരുന്നത്. മിച്ചം വെക്കാനും മെച്ചം ഉണ്ടാകാനും ദൈവം അനുഗ്രഹിക്കണം. അല്ലാത്തവർ എത്ര മിടുക്കരാണേലും തോട്ടിലെ വെള്ളം പോലെ അവൻ്റെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോകും. അവനത് മിച്ചം വെക്കാനും ഉണ്ടാകില്ല, അതിലൂടെ ഒന്നും മെച്ചം ഉണ്ടാവുകയില്ല. ഡെയിലി ഇങ്ങനെ തട്ടിമുട്ടി കടന്നു പോകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മിച്ചം വെക്കാനും മെച്ചപ്പെടാനും ദൈവത്തിൻ്റെ കടാക്ഷം വേണം, അനുഗ്രഹം വേണം. ആ വാക്കിൽ നിങ്ങൾ നിലനിൽക്കണം. പത്രോസ്ലീഹ പറഞ്ഞു, ഒന്നും കിട്ടിയില്ല, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. അടുത്ത വാക്ക് എഴുതിയിരിക്കുന്നറിയോ? മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് എങ്കിലും എന്നാണ്. എങ്കിലും. അതിനൊരാളുടെ ജീവിതത്തോളം വിലയുണ്ട്. എന്തിന്? എങ്കിലും. എങ്കിലും എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയിട്ടില്ല, എങ്കിലും ഇന്നലെ രാത്രി മുഴുവൻ വള്ളത്തിൻ്റെ ഈ തുഴഞ്ഞ് എൻ്റെ 2 കൈക്കും വേദനയാ, എന്നാലും വേണ്ടില്ല, എങ്കിലും എനിക്ക് ഇന്നലെ പോയിട്ട് ഒന്നും കിട്ടിയിട്ട് നഷ്ടമാണെങ്കിലും എങ്കിലും. എന്നിട്ട് എന്ത് എഴുതിയിരിക്കുന്നറിയാമോ? നിൻ്റെ വാക്കനുസരിച്ച് ഞാൻ ഈ വല ഇറക്കും. എല്ലാവരും നിങ്ങളുടെ ഹൃദയമാകുന്ന നോട്ട് ബുക്കിൽ പെട്ടെന്ന് വായിക്കാൻ പാകത്തിനൊന്ന് എഴുതി വെച്ചേ. എന്നാ ശിമയോൻ പത്രോസ് ഏത് ബൈബിൾ കോളേജിൽ പോയി പഠിച്ചിട്ടാണ് ഇത് പറഞ്ഞത്? ഏത് തിയോളജി സെൻറ്ററിൽ പോയി പഠിച്ചിട്ടാണ് പറഞ്ഞത്? ശിമയോൻ പത്രോസ് ഒരു കോളേജിലും പഠിച്ചിട്ടില്ല. പക്ഷെ ജ്ഞാനത്തിന് പറഞ്ഞു, നിൻ്റെ വാക്കനുസരിച്ച് ഞാൻ ഇറക്കാം. ഇന്ന് പഠിച്ച പലർക്കും ഇതറിയത്തില്ല. ഇന്ന് പഠിച്ച് ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് പോലും അറിയില്ല ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് അധ്വാനിക്കാൻ. ശിമയോൻ പത്രോസ് മീൻ പിടിക്കാൻ നേരത്ത് പറയുകയാണ്, ഞാൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയിട്ടൊന്നുമില്ല, പക്ഷേ നിൻ്റെ വാക്ക് ഞാൻ ഇപ്പോൾ ഇവിടെ വച്ച് അനുസരിക്കും. അനുസരിക്കുന്നവർ അനുഗ്രഹം കൊണ്ടുവരുന്നവരാണ്. ദൈവവചനം അനുസരിക്കുന്ന, എന്നെ കേൾക്കുന്ന നിങ്ങൾ കേവലം ഒരു കേൾവിക്കാർ മാത്രമാകരുത്. കേൾവിക്കാരേക്കാൾ ഗുണമുള്ളവരാണ് ദൈവവചനം അനുസരിക്കുന്നവർ. അനുസരിക്കാൻ പരിശ്രമിക്കണം. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ എഴുതിയിട്ടില്ലേ, എൻ്റെ വചനങ്ങളും കൽപ്പനകളും അനുസരിച്ചാൽ നിന്നെ ഞാൻ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാളും ഉന്നതനാക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. മറ്റെല്ലാവരേക്കാൾ, ഭൂമിയിൽ മറ്റ് ജനതകളെക്കാൾ ഉന്നതരാക്കുന്നു. എപ്പോൾ? തലങ്ങും വിലങ്ങും രാത്രിയും പകലും അധ്വാനിക്കുമ്പോഴെന്നല്ല, ദൈവവചനവും കൽപ്പനകളും നീ അനുസരിക്കുമ്പോൾ നിനക്കൊരനുഗ്രഹം കൈവരും. നോക്കൂ, പത്രോസ്ലീഹ അതങ്ങ് അനുസരിച്ചു. പത്രോസ്ലീഹ അനുസരിച്ചു എന്ന് മാത്രമല്ല, ഇങ്ങനെ പറഞ്ഞു, നിൻ്റെ വാക്ക് ഞാൻ അനുസരിക്കും. ഞാനതിന് തർക്കുത്തരം പറയില്ല, ഞാനതിനെ വേണ്ട നോ എന്ന് പറയില്ല, ഞാനതിനെ അനുസരിച്ച് വല ഇറക്കും. അടുത്ത വാക്യം എഴുതിയിരിക്കുന്നു, 6-ാമത്തെ വാക്യം, വല ഇറക്കിയപ്പോൾ ഗുണമുണ്ടായോ? വളരെയേറെ മത്സ്യങ്ങൾ ഈ വലയ്ക്കകത്ത് വന്നു. വചനമനുസരിച്ച ഒരാൾ അവിടെ അത്ഭുതം ചെയ്യുന്ന കണ്ടോ? വചനമനുസരിക്കുന്ന ആളുടെ കരങ്ങളിലൂടെയാണ് വല വീശപ്പെട്ടത്, ഇങ്ങനെ എറിഞ്ഞത് കടലിലേക്ക്. എവിടുന്നൊക്കെയുള്ള മീൻ ആ വലയ്ക്കകത്ത് ദൈവം കൊണ്ടുവന്ന് അവിടെ എത്തിച്ച്, ഇത്രയും രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരുന്ന അന്തരീക്ഷം മാറി. ശൂന്യത മാത്രം, ഒന്നും കിട്ടാത്ത നഷ്ടത്തിൻ്റെ കഥ പറഞ്ഞ വല ഇപ്പോൾ നിറഞ്ഞു. എന്താ അതിന് മുമ്പിൽ നടന്നത്? ദൈവത്തിൻ്റെ വാക്കനുസരിച്ചു. വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് നമ്മളെ തന്നെ ഒരുക്കുമ്പം പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത എന്നറിയാമോ? ആ കേട്ട വചനത്തെ വിശ്വസിച്ചു. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിലാകട്ടെ എന്ന് വാ തുറന്നു പറഞ്ഞു. അതനുസരിച്ചു. അതാണ് അത്ഭുതത്തെ കൊണ്ടുവന്നത്. പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്, വചനം അനുസരിക്കുന്നവരുടെ എണ്ണമോ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് അപകട സൂചനയാണ്. ദൈവവചനം അനുസരിക്കുന്നവരുടെ എണ്ണമാണ് വർദ്ധിക്കേണ്ടത്. സഭയിൽ ദൈവവചനം അനുസരിക്കുന്നവരുടെ എണ്ണം, ദൈവവചനം അനുസരിക്കുന്ന ശുശ്രൂഷകരുടെ എണ്ണം, കുടുംബങ്ങളുടെ എണ്ണം പരിശുദ്ധാത്മാവ് വർദ്ധിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതാണ് അനുഗ്രഹത്തെ കൊണ്ടൊരു. മീനിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഇത് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകൾക്കും ഇത് ബാധകമാണ്. ദൈവവചനം അനുസരിക്കുമ്പോൾ അനുഗ്രഹം വന്നു കയറി. മീൻ എങ്ങനെയാണ്? വലയ്ക്കകത്ത് വന്നു കയറുകയാണ്. ആ വലയ്ക്കകത്തോട്ട് വന്നു കയറി അനുഗ്രഹം, ദൈവവചനത്തിൽ നിൽക്കുന്നവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വന്നു കയറും. എന്നിട്ട് അടുത്ത വാക്യം എഴുതിയിട്ടുണ്ട്, 6-ാമത്തെ വാക്യം, ധാരാളം മത്സ്യങ്ങളെ കിട്ടി, അവരുടെ വല കീറിത്തുടങ്ങിയെന്ന്. അതൊരു അപകട സൂചനയല്ലേ? ഇത്രയും മീൻ കിട്ടി, കീറിത്തുടങ്ങിയാൽ കിട്ടിയത് മുഴുവൻ നിമിഷ നേരം കൊണ്ട് പോകും. കാരണം മീനുകൾ ഈ വലയ്ക്കകത്തുള്ളത് അവിടെ കിടക്കാന്നോർത്ത് കിടക്കുന്നതല്ല. എങ്ങനെയും രക്ഷപ്പെടാൻ വേണ്ടി ബെടാപ്പാട് ചെയ്യും, പിടയ്ക്കും, ഏതെങ്കിലും വഴികളിലൂടെ പുറത്ത് കിടക്കാൻ നോക്കും. പക്ഷേ ഇതായ അപകട സൂചന, വല കീറാൻ തുടങ്ങി.
പക്ഷേ ഈ കീറിത്തുടങ്ങിയിട്ടും ഒരൊറ്റ മീൻ പുറത്തു പോയെന്ന് എഴുതിയിട്ടില്ല. കീറിത്തുടങ്ങി ഒരു ചെറിയ വിടവെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് ആ ജീവൻ മരണ പോരാട്ടത്തിൽ മത്സ്യങ്ങൾ പുറത്തു പോകും കുറേ. പക്ഷെ ഒരെണ്ണം പോയില്ല. അതിനകത്തൊരു സൂചനയുണ്ട്, എഴുതി വെച്ചോ മനസ്സിൽ. ദൈവം തന്നതാണോ നഷ്ടപ്പെടില്ല. ദൈവം തന്നതാണോ അത് ഉപകാരമില്ലാതെ പോകില്ല. ദൈവം തന്നത് കീറിത്തുടങ്ങിയാലും അവിടെ തന്നെ കിടക്കും. കീറിത്തുടങ്ങിയാൽ മീൻ പുറത്തു പോയി എന്നാണ് എഴുതേണ്ടത്. എന്താ കീറിത്തുടങ്ങിയെന്ന് പറഞ്ഞാൽ ജീവിതം അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. ദൈവം തന്ന ജീവിതമാണ് നമ്മുടേത്. ദൈവം തന്ന ജീവിത പങ്കാളി ഉണ്ടാവും. അത് ആ ഒരു കാര്യത്തിലൊക്കെ ചില കീറലുകളും ചില ദുഃഖങ്ങളും പരീക്ഷണങ്ങളും വഴക്കും അകൽച്ചയൊക്കെ വരും. ആ വല കീറിത്തുടങ്ങും ചിലപ്പോൾ. പക്ഷെ എന്നാലും ദൈവം തന്ന ജീവനാണോ, ദൈവം തന്ന ജീവിതമാണോ, ദൈവം തന്ന ജോലിയാണോ, ദൈവം തന്ന കുടുംബമാണോ, നഷ്ടപ്പെട്ടു പോകത്തില്ല. അത് വെറുതെ പോകില്ല, ഒന്നും പുറത്തു പോകില്ല. അതവിടെ തന്നെ ഉണ്ടാകും. ആ മത്സ്യങ്ങൾ ദൈവം കൊടുത്തതാണ്. ദൈവവചനത്തിൽ നിന്നപ്പോൾ ദൈവം അനുഗ്രഹിച്ചതാണ്. അതിൻ്റെ അടയാളമാണ് ഈ മത്സ്യങ്ങൾ. ഇതുപോലെ ഈ മത്സ്യങ്ങളുടെ എണ്ണം പോലെ അനുഗ്രഹത്തിൻ്റെ എണ്ണവും നമ്മുടെ ജീവിതത്തിൽ വരും. ഒരനുഗ്രഹമെന്നല്ല, ദൈവവചനത്തിൽ നിൽക്കുന്ന പത്രോസ്ലീഹയുടെ വള്ളത്തിൽ വലിയൊരു മീൻ കുടുങ്ങിയെന്നല്ല, ഒരുപാട് മത്സ്യങ്ങളുണ്ടായി എന്നാണ്. ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ക്ഷണിച്ചു വരുത്തുന്ന ഒരു പ്രാർത്ഥനയാണ് ദൈവവചനം അനുസരിക്കുന്ന പ്രാർത്ഥന. അനുസരിക്കുന്നവരെ ദൈവം ഉയർത്തും. അനുസരിക്കുന്നവൻ്റെ ജീവിതത്തിൽ മത്സ്യങ്ങൾ കയറിയതുപോലെ അനുഗ്രഹങ്ങളും കൃപാവരങ്ങളും വന്നു കയറും. അവൻ്റെ ജീവിതം മാറാൻ തുടങ്ങും. അടുത്ത വാക്യം എഴുതിയിട്ടുണ്ട്, ശിമയോൻ പത്രോസിൻ്റെ മനസ്സിൻ്റെ പ്രത്യേകത. ശിമയോൻ പത്രോസ് പറഞ്ഞത്, അപ്പുറത്തുള്ള വള്ളത്തിലുള്ളവരെ ആംഗ്യം കാണിച്ച് വിളിച്ചു. നോക്കൂ, ഒരാൾ അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ, ഒരാൾ ദൈവവചനം അനുസരിച്ച് അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ അയാൾ തന്നെ അത് അനുഭവിക്കുകയല്ല, തൻ്റെ കൂടെയുള്ളവരെ ആ അനുഗ്രഹത്തിൽ ചേർത്തു നിർത്തി. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നത് നിനക്കും നിൻ്റെ കുടുംബത്തിനും വേണ്ടി മാത്രമല്ല. ദൈവം എന്നെ അനുഗ്രഹിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല. അങ്ങനെ ആ 4 മതിലിൽ ഒതുങ്ങിക്കൂടേണ്ടതല്ല. ദൈവം നിന്നെ അനുഗ്രഹിച്ചതാണെങ്കിൽ നിൻ്റെ കൂടെ ഉള്ളവരെ ഈ അനുഗ്രഹത്തിൽ ചേർത്തു നിർത്തണം, ചെതറി നിർത്തരുത്. നിൻ്റെ ദൈവം നിനക്ക് തന്ന ജോലിയും ശമ്പളവും പണവും ഒക്കെ വരുമ്പം അത് നീ വീട് വെച്ചു, മതിൽ വെച്ചു, വണ്ടി മേടിച്ചു, വീണ്ടും വേറൊരു വണ്ടി മേടിച്ചു, അങ്ങനെ കൂട്ടി വെക്കാൻ മാത്രമല്ല, ആ അനുഗ്രഹത്തിൽ നിൻ്റെ കൂടപ്പിറപ്പിനെ കൂടെ ഇല്ലാത്തവരുണ്ട്. നിൻ്റെ കൂടെയുള്ള പലർക്കും നിൻ്റെ അത്ര ഇല്ല. അപ്പുറത്ത് കിടക്കുക ശൂന്യമായ വള്ളം. അവരുടെ മുഖമൊക്കെ വിഷമിച്ചായിരിക്കുന്നത്. ഇതുപോലെ തന്നെ മീൻ പിടിക്കാൻ പോയി ഒന്നും കിട്ടാതെ കിടക്കുന്ന വള്ളമുണ്ട്. പത്രോസിൻ്റെ ഒരു പ്രത്യേകത എന്നറിയാമോ? നിറച്ചു മീൻ കിട്ടിയപ്പം ആദ്യം ഓർത്തത് തൻ്റെ കൂടെയുള്ളവരെയാണ്. നമ്മൾ ക്രിസ്ത്യാനികൾ, നമുക്കൊക്കെ ദൈവം അനുഗ്രഹിക്കുമുണ്ടല്ലോ, കൂടെയുള്ളവരെ മറക്കും പലരും. കൂടെയുള്ളവരെ ഓർക്കുക പോലുമില്ല, മൈൻഡ് ചെയ്യുക പോലുമില്ല. അത് ആത്മീയതയല്ല. ശിമയോൻ പത്രോസ് എന്താ ചെയ്തത്? നിറച്ചു മീൻ കിട്ടി. അന്നേരെ തൻ്റെ കൂടെയുള്ള ശൂന്യമായ കുറേ വള്ളങ്ങളുള്ള തൻ്റെയോടൊപ്പം വിഷമിച്ച ഒത്തിരി പേർ അവിടെയുണ്ട്. അവരെല്ലാം വേഗം വിളിച്ചു. എന്നിട്ട് എല്ലാവർക്കും 1 കിലോ 2 കിലോ വെച്ച് കൊടുത്തു. നല്ല എഴുതിയിരിക്കുന്നത് കേട്ടോ. എഴുതിയിരിക്കുന്നത് ആ വള്ളങ്ങളും മുങ്ങാറാകുവോളം അങ്ങ് നിറച്ചു. ഒരസൂയില്ലാത്തൊരു മനുഷ്യൻ, സ്വാർത്ഥതയില്ലാത്തൊരു മനുഷ്യൻ. എന്നാൽ തൽക്കാലത്തേക്ക് 1 2 കിലോ കൊടുത്തു എന്നല്ല, തൻ്റെ വള്ളം നിറഞ്ഞതുപോലെ തന്നെ നിനക്കും ദൈവം അനുഗ്രഹിക്കട്ടെ, നിറച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ദൈവം കൂടുതലാണ്. ഈ പത്രോസിനെയാ യേശു വിളിച്ചത് ഒന്നാമൻ പത്രോസ്. എന്നാൽ വേറൊരാളെ രണ്ടാമൻ എന്നാ വിളിക്കാഞ്ഞേ? വേറൊരാളെ നീ 3ാമത്തവനാ, നീ 4ാമത്തവനാ ഒന്നും പറഞ്ഞില്ല. പത്രോസിനോട് മാത്രം പറഞ്ഞു ഒന്നാമനാണ്. ഈ മനസ്സാണ് ദൈവത്തിൻ്റെ മനസ്സ്. എന്നെ ദൈവം അനുഗ്രഹിച്ച് ചേർത്ത് നിർത്തി അവരുടെ വള്ളവും നിറയുവോളം കൊടുത്തു. എന്നിട്ടോ 8ാമത്തെ വാക്യം എന്നറിയാമോ? ശിമയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ, ഏത് കണ്ടപ്പോൾ? ഈ ഒരു മീൻ പോലും ഇല്ലാതെ വിഷമിച്ചിരുന്ന വെറും ശൂന്യമായ വലയും ശൂന്യമായ വള്ളവുമായിരുന്നു. ഇപ്പോഴോ നിറയെ പടയ്ക്കുന്ന മീനുകൾ ഇത് കണ്ടപ്പോൾ ശിമയോൻ പത്രോസ് മാർക്കറ്റിലേക്ക് പോയി മീൻ വിൽറ്റു. ആ പണവുമായി വന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്. ശിമയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ തന്നവൻ്റെ കാൽക്കൽ വീണ് പറഞ്ഞു, ഗുരോ, ഞാൻ പാപിയാണ്. തന്നവൻ്റെ കാലയിലോട്ട് വീണു. 10 കാശുണ്ടായപ്പോൾ കൂടെ ഉരുളുന്നവരാണ് പലരും. കുറേ മീൻ കിട്ടിയപ്പോൾ അതിൻ്റെ പുറകെ, സമ്പത്തിൻ്റെ പുറകെ പോകുന്നവരാ. ശിമയോൻ പത്രോസ് മീൻ അവിടെ വച്ചിട്ട് തന്നവൻ്റെ കാലേ വീണു. വായിച്ചു നോക്കൂ 8ാമത്തെ വാക്യം. ശിമയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീണു. ഇത് ഒരു ദിവസമല്ല,
എല്ലാ ദിവസവും വീഴണം. ദൈവമേ, നീയാ എനിക്ക് ഈ വീടും ഈ ആരോഗ്യവും ഈ ജീവനും ജീവിതമൊക്കെ തന്നത്. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ജീവിതത്തെ കൊടുത്ത് തല താഴ്ത്തണം. അപ്പോഴാണ് നിങ്ങൾ അനുഗ്രഹത്തിൽ നിലനിൽക്കുക. ശിമോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞാൻ പാപിയാണ്, കുറവുള്ളവനാണ്, എന്നാലും നീ എന്നെ അനുഗ്രഹിച്ചല്ലോ, ഇത്രയൊക്കെ തന്നല്ലോ. ഒന്നുമില്ലായിരുന്നു എനിക്ക്. ഒന്നുമില്ലാത്ത പലരെ ജീവിതമാണ് ദൈവം ഇന്ന് നിറച്ചുകൊണ്ടിരിക്കുന്നത്. ജോലി കിട്ടി, വിദേശ രാജ്യങ്ങളിൽ പോയി, നല്ല ജോലിയായി, നല്ല വീടായി, നല്ല സ്ഥലങ്ങൾ മേടിച്ചു, നിറച്ചു, ദൈവം നിറച്ചു. അപ്പോൾ തന്നവനെ പലരും മറന്നു കളഞ്ഞു. ആ പരിസരത്ത് പോലും ഇപ്പോൾ ആരുമില്ല. അവരെല്ലാം ആ നാണയത്തിൻ്റെ ഒപ്പം ഉരുണ്ടങ്ങ് പോയി. നാണയത്തിൻ്റെ ഒപ്പം ഉരുണ്ട് പോകരുത്, ആ മറിഞ്ഞു പോകും. നാണയം എത്ര ഒരു സ്ഥലത്ത് നിറഞ്ഞാലും ആ തന്നവൻ്റെ മുമ്പിൽ കൈകൂപ്പി എന്നും തല താഴ്ത്തി, ദൈവമേ നീ അനുഗ്രഹിച്ച്, ഒന്നുമില്ലായിരുന്നു ഈ വള്ളത്തിൽ, അത് പറയണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കാം, നമ്മുടെ കുറവുകളെ ചേർത്ത് വയ്ക്കാം. ശൂന്യമായ ആ അവസ്ഥയൊക്കെ ദൈവകരങ്ങളിൽ കൊടുക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിനായി സമർപ്പിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നമ്മളിൽ നിറയട്ടെ. നമ്മുടെ ജീവിതം ഒന്നിനൊന്നിനെ ഉയരാനും വളരാനും ദൈവത്തിൻ്റെ കൃപയും സമാധാനവും എല്ലാം നിറയട്ടെ. ദൈവവചനം നമുക്കനുസരിക്കാം. ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് നിലനിൽക്കാം. പരിശുദ്ധാത്മാവ് അതിനായി സഹായിക്കുകയും ഒരുക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷയോടെ നിയോഗങ്ങൾ സമർപ്പിച്ച് ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്വർഗത്തിൽ നിന്നും ഭൂവിലിറങ്ങിയ സ്വർഗീയ ഭോജ്യമേ, നിത്യമാം ജീവൻ ഞങ്ങൾക്കു നൽകും ജീവന്റെ ആഹാരമേ, ജീവന്റെ ആഹാരമേ. ആരാധന സ്തുതി സ്തോത്രം, ആരാധനാ സ്തുതി സ്തോത്രം, ആരാധനാ സ്തുതി സ്തോത്രം, ആരാധനാ സ്തുതി സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ശുശ്രൂഷയുടെ 31-ാമത്തെ ദിവസമാണ് ഈ ആരാധനയിൽ നമ്മൾ വചനം കേട്ട് പ്രാർത്ഥിച്ച് ആരാധിക്കുന്നത്. ഇതൊരു ദൈവീകമായ ഇടപെടലിൻ്റെ ഒരു 31-ാമത്തെ ദിവസമായിരിക്കട്ടെ. നമുക്ക് ഈ സമയത്ത് ചെറുതും വലുതുമായ ഒത്തിരി സഹനങ്ങൾ അനുഭവിക്കുന്നവർ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടാവും. ഈശോയുടെ കുരിശിനോട്, ഈ ദിവ്യകാരുണ്യത്തോട് നമുക്ക് ആ സഹനങ്ങളെയെല്ലാം ചേർത്ത് വയ്ക്കാം. ഒരുപക്ഷെ നമ്മൾ പറയും, നമ്മളുടെ സങ്കടങ്ങളൊക്കെ ഞാനിത് ആരോട് പറയും? പരമാവധി നമ്മൾ ഉള്ളിൽ ഒതുക്കാറാണുള്ളത്. ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ, മറ്റുള്ളവരെന്ത് വിചാരിക്കും ഞാനിത് പറഞ്ഞാൽ? നമ്മൾ ഓരോരുത്തരെ കാണുമ്പോൾ അവരൊക്കെ സൗഭാഗ്യത്തിലാണ് എന്ന് നമ്മൾ ചിന്തിക്കും. ഓരോരുത്തരോടും അടുക്കുമ്പോഴാണ്, ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ കയറി ചെന്ന് സംസാരിച്ചിരിക്കുമ്പോഴാണ് അവർ ഇത്രയും വലിയൊരു കട്ടിയായ വിഷമത്തിലാണ്, സഹിക്കുന്നവരാണ്, ഇത്തിരി വിഷമിക്കുന്നുണ്ട് ഇവർ എന്ന് നമ്മൾ അറിയുന്നത്. അവർ വാഹനത്തിൽ ഇങ്ങനെ വേഗത്തിൽ പോകുമ്പോൾ വഴിയിൽ വെച്ച് കാണുമ്പോഴൊക്കെ ഇവർക്ക് മുഖത്തൊക്കെ നല്ല സന്തോഷമാണ് എന്ന് വിചാരിച്ച് അവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ അത്രയും സന്തോഷം ഉണ്ടായിരിക്കണമെന്നില്ല. ചിലപ്പോൾ ആരോടും പറയാൻ പറ്റാത്ത, ആരോടും പങ്കുവയ്ക്കാൻ പോലും പറ്റാത്ത വലിയ സങ്കടത്തെ ചുമന്നുകൊണ്ടായിരിക്കും പലരും നടക്കുന്നത്. ഇന്ന് ഈ ആരാധനയുടെ ആദ്യ മിനിറ്റുകളിൽ തന്നെ നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ സഹനങ്ങളെയെല്ലാം ഈ ദിവ്യകാരുണ്യ ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ക്രൂശിൽ ഈശോ നമ്മെ സ്നേഹിച്ചതിൻ്റെ അടയാളമാണ്, നമ്മുടെ രക്ഷയുടെ അടയാളമാണത്.
ആ കുരിശിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊടുത്ത് ഈ പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്നൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ സ്തുതിക്കുന്നു, ഒന്ന് ചേർന്ന് അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി പറയുന്നു. യേശുവേ, സ്തുതിക്കുന്നു. യേശുവേ, അങ്ങയുടെ വലിയ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി പറയുന്നു. ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു, ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദിവ്യകാരുണ്യത്തിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ചേർന്ന് പാടാമോ? ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. പകരം എന്തോ നൽകും ഞാനിനി, പകരം എന്തോ നൽകും ഞാനിനി. ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു, ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. പകരം എന്തു ഞാൻ നൽകും ദൈവമേ? പകരം എന്തോ നൽകും ഞാനിനി, പകരം എന്തോ നൽകും ഞാനിനി. ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനിൽ, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. ക്രൂശിൽ കണ്ടു, ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ 31-ാമത്തെ ദിവസം നമ്മൾ ഇന്ന് കേട്ട ദൈവവചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്ക് ഈ ആരാധനയിലേക്ക് ഈ വചനത്തിൻ്റെ ആഴങ്ങളെയും ഈ വചനത്തിലൂടെ കിട്ടിയ അനുഭവത്തെയും ചേർത്ത് വയ്ക്കാം. എന്താണ് ഈ വചനം പറയുന്നതെന്നറിയാമോ? യേശു ദൈവവചനം ശ്രവിക്കാൻ അനേകം ആളുകൾ ഒരുമിച്ച് കൂടിയപ്പോൾ യേശു അവരോടെല്ലാം ഗനേസറത്തു തടാകത്തിൻ്റെ തീരത്തു നിന്ന് വചനം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ 2 വള്ളങ്ങളെ യേശു ശ്രദ്ധിച്ചു. സന്തോഷത്തിലും സൗഭാഗ്യത്തിൻ്റെയും നടുവിലിരിക്കുന്ന 2 വള്ളങ്ങളല്ല, നഷ്ടങ്ങളുടെയും വേദനയുടെയും കഥ പറയുന്ന 2 വള്ളങ്ങൾ. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഇതാണ്. ഒരു വലിയ ജനക്കൂട്ടം അവിടെ തിങ്ങി നിൽക്കുമ്പം യേശു ശ്രദ്ധിച്ചത് ആ 2 വള്ളങ്ങളെയും. ആ വള്ളത്തിൽ നിന്നിറങ്ങി വിഷമമുള്ള മനസ്സോടെ, നിരാശ നിറഞ്ഞൊരു മനോഭാവത്തോടെ വല കഴുകിക്കൊണ്ടിരിക്കുന്ന ആ ആളുകളെയുമാണ് ശ്രദ്ധിച്ചത്. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഇപ്പോൾ ഈ ആരാധനയുടെ മുമ്പിലിരിക്കുന്ന ഏറ്റവും വിഷമിക്കുന്ന ആളുടെ സങ്കടം പോലും യേശുവിനറിയാം. ഒരുപക്ഷെ നിങ്ങളുടെ ഏറ്റവും അടുത്തിരിക്കുന്ന ഒരാൾക്ക് വരെ നിങ്ങളുടെ സങ്കടത്തിൻ്റെ ആഴം എത്രയെന്ന് അറിയത്തുണ്ടാവില്ല. ചില കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്, നിൻ്റെ ഉള്ളിൽ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നല്ലേ, ഇത്രയൊക്കെ സങ്കടം ഉണ്ടായിരുന്നല്ലേ എന്ന് നമ്മൾ അത്ഭുതപ്പെടും. യേശു ശ്രദ്ധിച്ചത്
ഏറ്റവും വിഷമിച്ചിരിക്കുന്ന 2 പേരെയാണ്. അങ്ങനെയെങ്കിൽ യേശു നിങ്ങളുടെ കുടുംബത്തെ ശ്രദ്ധിക്കുന്നു. നിങ്ങളുടെ വിഷമങ്ങളെ യേശു മനസ്സിലാക്കുന്നു. നിങ്ങളുടെ പ്രതിസന്ധികളെ യേശു അറിയുന്നു. എന്താ അടുത്ത വാക്യം എന്നറിയാമോ? അവർ വല കഴുകുമ്പോൾ അതിലൊന്ന് ശിമയോന്റെ വള്ളമായിരുന്നു. ശിമയോന്റെ വള്ളമായിരുന്നു. ഇനി അത്ഭുതങ്ങളുടെ കാരണമായി എടുക്കേണ്ട ഒരു വചനമുണ്ട്. ആ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് യേശു നടന്ന് ശിമയോന്റെ വള്ളത്തിൽ, ആ വള്ളത്തിലേക്ക് യേശു അതിൽ കയറി. യേശു അതിലേക്ക് കയറി ചെന്നു. അതാണ് ആ വള്ളം അനുഗ്രഹിക്കപ്പെടാനും, ആ വള്ളത്തിനകത്തുള്ള ശൂന്യത മാറാനും, ആ വള്ളത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ശിമയോന്റെ ജീവിതം തന്നെ മാറാനും, അത്ഭുതപ്പെടാനും, ഒരു സാക്ഷ്യമാകാനും കാരണം ആ വള്ളത്തിൽ വേറെ ആരും കയറിയതല്ല, യേശു അതിൽ കയറി. നിന്റെ ജീവിതത്തിൽ, ഈ സങ്കടത്തിൽ, ഈ പ്രശ്നത്തിൽ യേശു കയറി വരുമ്പോൾ ജീവിതം അത്ഭുതമായി മാറും. എനിക്ക് ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചു എന്ന് മാത്രം പറയാനല്ല ഈ ആരാധന, എൻ്റെ ജീവിതം തന്നെ ഒരു അത്ഭുതമായി എന്ന് പറയാനാണ്. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കുക, ദൈവമേ എൻ്റെ ജീവിതത്തിലേക്കൊന്ന് കയറി വരണമേ, എൻ്റെ ജീവിതത്തിലേക്കൊന്ന് കയറി വരണമേ. ഞാൻ പറഞ്ഞിട്ടും മനസ്സിലാകാത്ത, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടും ഉൾക്കൊള്ളാത്ത ആളുകൾ, അവരുടെ ജീവിതത്തിലേക്കൊന്ന് കയറി വരണമേ. യേശുവേ, എൻ്റെ കുടുംബ അന്തരീക്ഷം എന്നും വഴക്കും, എന്നും പ്രശ്നവും, സന്തോഷമില്ല, സമാധാനമില്ല, പ്രാർത്ഥനയില്ല, ഐക്യമില്ല, എന്നും വഴക്കും പ്രശ്നങ്ങളുമാണ്. എൻ്റെ ഈ ഭവന അന്തരീക്ഷത്തിലേക്ക് ഒന്ന് കയറി വരണമേ. ഒന്ന് പ്രാർത്ഥിക്കുക. ഈ വള്ളത്തിലേക്ക് യേശു കയറിയതുപോലെ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവം കയറി വരും. ഈ ദൈവം നിന്റെ ജീവിതത്തിൽ കയറി വരുന്ന അനുഭവമാണ് നാളെ നിന്റെ ടെസ്റ്റിമണിയായി മാറുന്നത്. ദൈവം എൻ്റെ ജീവിതത്തിൽ കയറി വരുന്നതിൻ്റെ അനുഭവത്തിൻ്റെ പേരാണ് സാക്ഷ്യം. അങ്ങനെയെങ്കിൽ ഒരുപാട് സാക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾ ഇത് ഇപ്പോൾ കേൾക്കുന്നുണ്ടാകും. നിന്റെ ജീവിതത്തിലേക്ക്, ഇതാ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിലേക്ക് ദൈവം നടന്ന് കയറി വരുന്നു. ദൈവം കയറി വരുമ്പോൾ പിന്നെ സംഭവിക്കുന്നത്, പിന്നെ പറഞ്ഞത് നഷ്ടങ്ങളുടെ കഥയല്ല, ഇല്ലായ്മയുടെ കഥയല്ല. പിന്നെ പറഞ്ഞത് ദൈവം അനുഗ്രഹിച്ചതിൻ്റെ വഴികളാണ് പറഞ്ഞത്. ദൈവം എങ്ങനെ ഈ വള്ളത്തെ നിറച്ചുന്ന ശിമയോൻ അത്ഭുതപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, ഒന്നുമില്ലാതെ കിടന്ന ഒരു വള്ളമായിരുന്നു അത്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ പോയ ശൂന്യമായ വലയും വള്ളവും ഒക്കെ ആയിരുന്നു. യേശു അതിൽ കയറി. ജീവിതത്തിലേക്ക് ദൈവം കയറുമ്പോൾ എല്ലാത്തിനും ഒരു അർത്ഥം ഉണ്ടാവും. നമ്മൾ സ്വന്തം മുന്നോട്ട് പോകുമ്പോഴാ അർത്ഥമില്ലായ്മയും ശൂന്യതയൊക്കെ തോന്നുന്നത്. ദൈവം ജീവിതത്തിലേക്ക് കയറുമ്പോൾ ജീവിതത്തിൻ്റെ അന്തരീക്ഷം മാറും. ആ ഒരു ശൂന്യതയൊക്കെ മാറി അതിൽ നിറവുണ്ടാകും. നന്മകൾ കൊണ്ട് നിറയും. ആ വള്ളം മത്സ്യങ്ങളെ കൊണ്ട് നിറഞ്ഞതുപോലെ ജീവിതം അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയും, അഭിഷേകം കൊണ്ട് നിറയും, സൗഖ്യം കൊണ്ട് നിറയും, നന്മകൾ കൊണ്ട് നിറയും. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. പറയാമോ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മളൊന്ന് പ്രാർത്ഥിച്ചേ, ദൈവമേ എൻ്റെ ജീവിതത്തിലേക്കൊന്ന് കയറി വരണമേ. എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം ഇപ്പോൾ ഇങ്ങനെയാണ്. അവർക്ക് പഠിക്കാൻ താല്പര്യമില്ല, ലോകത്തിൻ്റെതായ കൂട്ടുകെട്ടുകളുണ്ട്, വഴിവിട്ട ബന്ധങ്ങളുണ്ട്. ദൈവമേ, അവരുടെ ജീവിതത്തിലേക്കൊന്ന് കയറി വരണമേ. വിശ്വാസത്തിൽ നിന്ന് അവർ അകന്നകന്നു പോകുന്നു. പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല, വിശുദ്ധ കുർബാനയോട് താല്പര്യമില്ല, ആരാധനയോട് താല്പര്യമില്ല. ഞാൻ പറഞ്ഞിട്ടാണെങ്കിൽ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല, ഉപദേശം അവർ അംഗീകരിക്കുന്നില്ല. അവരുടെ ജീവിതത്തിലേക്കൊന്ന് കയറി വരണമേ, അവരുടെ നഷ്ടങ്ങളിലേക്കൊന്ന് കയറി വരണമേ. ഒന്ന് പ്രാർത്ഥിച്ച്, അങ്ങനെയെങ്കിൽ ആ ഒരു പ്രാർത്ഥനയോടെ ഒന്ന് കരങ്ങൾ ഉയർത്തിക്കേ. കർത്താവേ, ഈ ഒരു പ്രാർത്ഥനയുടെ സമയത്ത് ഞങ്ങൾ വിശ്വസിക്കുകയാണ് എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് കയറി വരുമെന്ന്. എൻ്റെ കുടുംബത്തിൽ ഈ ആരാധനയിലൂടെ അങ്ങ് കയറി വരും. ഞാൻ പ്രാർത്ഥനയിൽ കാണുകയാണ്, ഇതാ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് കയറി വരുന്നു. എൻ്റെ ഭവനത്തിലേക്ക് എൻ്റെ യേശു ഇതാ കടന്നു വരുന്നു. യോഗ്യതയില്ല, കുറവുകളുണ്ട്, പാപങ്ങളുണ്ട്, ബലഹീനതകളുണ്ട്, വീഴ്ചകളുണ്ട്, ചെളിയിൽ വീണിട്ടുണ്ട്. ഒരു പാപം തന്നെ പല പ്രാവശ്യം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. നിസ്സാരനാണ് ഞാൻ, പാപിയാണ് ഞാൻ. എങ്കിലും എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് കയറി വരണമേ. എൻ്റെ നാവുകൊണ്ടും എൻ്റെ വാക്കുകൊണ്ടും
എൻ്റെ ശരീരം കൊണ്ടും എൻ്റെ ജീവിതം കൊണ്ടും ഞാൻ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിലേക്കൊന്ന് കയറി വരണമേ. ഞാൻ എളിമയോടെ വിശ്വാസത്തോടെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, കർത്താവേ എൻ്റെ ജീവിതത്തിലേക്കൊന്ന് കയറി വരണമേ എന്ന്. എൻ്റെ ജീവിതത്തിലേക്കൊന്ന് കയറി വരണമേ. എൻ്റെ ജീവിതത്തിൽ കയറി വന്ന് എൻ്റെ ജീവിതത്തിൻ്റെ ആ ശൂന്യതയും ഇല്ലായ്മയും ഒക്കെ ഒന്ന് മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കടങ്ങളൊക്കെ മാറട്ടെ, വേദനകൾ മാറട്ടെ, പരിശുദ്ധാത്മാവ് നിറയട്ടെ, ദൈവത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാകട്ടെ, കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, ദൈവത്തിന്റെ നന്മകൾ കൊണ്ട് നിറയട്ടെ, ദൈവം നൽകുന്ന അഭിഷേകം കുടുംബങ്ങളിൽ നിറയട്ടെ, ദൈവം നൽകുന്ന സമാധാനം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ തിന്മയുടെ പൈശാചിക ബന്ധനങ്ങൾ മാറട്ടെ, അനുഗ്രഹം നിറയട്ടെ, സമാധാനം നിറയട്ടെ, ഐക്യം നിറയട്ടെ, മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യയാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥ നന്ദി. നിന്റെ മുഖം കാണുവാൻ അത് നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പു പോ വിശ്വസിച്ചോധനയിൽ പരിശുദ്ധാത്മാവത്തിൽ ജീവനെ സമർപ്പിച്ചുകൊണ്ട് ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി. നിന്റെ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം പാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ സാന്നിധ്യം നിറയട്ടെ. നിൻ സാന്നിധ്യം നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ഈ സാന്നിധ്യം നിറയട്ടെ. ശിമയോൻ പത്രോസിന്റെ വള്ളത്തിൽ സാന്നിധ്യം നിറഞ്ഞപ്പോൾ മാറ്റമായി. ചേർന്നൊന്ന് പാടിയേ. നിൻ സാന്നിധ്യം മതി നാഥ, നിൻ സാന്നിധ്യം മതി. ഒന്ന് ആഗ്രഹത്തോടെ എല്ലാവരും ചേർന്ന് നിൻ സാന്നിധ്യം മതി. വിശ്വസിച്ചുകൊണ്ട് നാഥ, നിൻ സാന്നിധ്യം മതി. വളരെയേറെ ആഗ്രഹിച്ചുകൊണ്ടൊന്ന് പറയാമോ? നിൻ സാന്നിധ്യം മതി, സാന്നിധ്യം മതി. യേശുവേ, നാഥ, നിൻ സാന്നിധ്യം ഞാൻ വിശ്വസിക്കുന്നു ഈ സാന്നിധ്യം ഉണ്ടെങ്കിൽ എന്റെ ജീവിതം മാറുമെന്ന്. സാന്നിധ്യം മതി. വലിയ മാനസാന്തരങ്ങൾ ഈ സാന്നിധ്യത്തിൽ നടക്കും. ഏത് ശൂന്യതയും മാറും, നഷ്ടങ്ങൾ മാറും, അനുഗ്രഹം നിറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ, നിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ, നിൻ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ, നിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളുടെ വീടിന്റെ ഓരോ മുറികളും സാന്നിധ്യം കൊണ്ട് നിറയണമേ. ഞങ്ങളുടെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവർ സാന്നിധ്യം കൊണ്ട് നിറയണമേ. എന്റെ ശരീരം, ഓരോ കോശങ്ങളും ശിരസ് മുതൽ പാദം വരെ സാന്നിധ്യം കൊണ്ട് നിറയണമേ, സാന്നിധ്യം കൊണ്ട് നിറയണമേ. ഞങ്ങളിലുള്ള അസ്വസ്ഥതകൾ, തിന്മയുടെ സ്വാധീനങ്ങൾ, പൈശാചിക പീഡകൾ അങ്ങയുടെ സാന്നിധ്യത്തിൽ നിർവീര്യമായി പോകട്ടെ. ഹല്ലേലൂയ. സാന്നിധ്യം മതി. പരിശുദ്ധാത്മാവേ,
ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹമുള്ള ഒന്നാക്കി മാറ്റും. ശിമയോൻ പത്രോസിന് ഒരു കഥ പറയാനുണ്ടായിരുന്നു. അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല, ഒരു മെച്ചമുണ്ടില്ല എൻ്റെ ജീവിതത്തിൽ. രാത്രി മുഴുവൻ ഉറക്കളച്ചു, പണിയെടുത്തു എന്നല്ലാതെ ഒന്നുമില്ല. പക്ഷെ ഒരു സാന്നിധ്യം അവിടെ വന്നപ്പം ജീവിതം മാറി. ആ വള്ളത്തിൻ്റെ അവസ്ഥ മാറി, ആ വലയുടെ അവസ്ഥ മാറി. ആ സങ്കടമുള്ള മനസ്സിൽ സന്തോഷം വന്നു നിറഞ്ഞു. ഒരു സാന്നിധ്യം വന്നതാണ്, യേശുവിൻ്റെ സാന്നിധ്യം. ആ സാന്നിധ്യം മതി. ആ സാന്നിധ്യത്തിന് നിങ്ങളെ ഒരത്ഭുതമാക്കാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട്, യേശു ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയെറിയാൻ പറഞ്ഞു. അപ്പോഴാണ് ശിമയോൻ പത്രോസ് മറുപടി പറഞ്ഞത്, ഗുരു സിറ്റുവേഷൻ പറയുകയാണ്, അവസ്ഥ പറയുകയാണ്. സങ്കീർത്തനത്തിൽ ഒരു വചനമുണ്ട്, ഞാൻ എൻ്റെ അവസ്ഥ എൻ്റെ ദൈവത്തോട് പറഞ്ഞപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. എൻ്റെ അവസ്ഥ നാട്ടുകാരോട് പറഞ്ഞാലോ അവർ മാറിയിരുന്ന് ചിരിക്കും. എൻ്റെ അവസ്ഥ ഒരാളോട് പറഞ്ഞാലോ കഷ്ടമുണ്ട് കേട്ടോ എന്ന് പറയും. ചിലപ്പോൾ സഹതാപം പറയും, ചിലപ്പോൾ അയ്യോ പാവം പറയും. എന്നാൽ എൻ്റെ അവസ്ഥ ദൈവത്തോട് പറഞ്ഞാലോ എൻ്റെ പ്രശ്നത്തിന് പരിഹാരം കൽപ്പിക്കും. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പരിഹരിക്കാൻ കഴിവുള്ളവൻ്റെ മുമ്പിലാണെന്ന് ഓർക്കണം. ഏതു നഷ്ടവും മാറ്റാൻ കഴിവുള്ളവൻ്റെ മുമ്പിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. അമ്മയുടെ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട്. അമ്മ നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, ഞങ്ങളുടെ ജീവനും ജീവിതത്തിന് വേണ്ടി ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച്. എന്നിട്ട് ശ്രദ്ധിക്ക്, ശിമയോൻ പത്രോസ് പറഞ്ഞു, എൻ്റെ അവസ്ഥ ഇതാണ്, എൻ്റെ സിറ്റുവേഷൻ ഇതാണ്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. ഒരുപാട് പേരുടെ ജീവിതത്തിൽ അവർ പറയുന്ന അതേ വാക്കാണിത്, ഒന്നുമില്ല. എന്നും കടവും, കടത്തിന്മേൽ കടവും, സങ്കടവും കണ്ണുനീരും മാത്രമേ ഉള്ളൂ. ഇതാന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, അതിനുള്ള മറുപടിയല്ല, ആഴത്തിലേക്ക് മീൻ പിടിക്കാൻ വലയെറിയാൻ പറഞ്ഞു. ശിമയോൻ പത്രോസ് പറഞ്ഞു, നിന്റെ വാക്കനുസരിച്ച് ഞാൻ ഈ വലയിറക്കും. ഞാൻ വേറെ ആരും പറയുന്ന കേട്ടിട്ടോ എന്നെ ബുദ്ധി തോന്നിയിട്ടോ അല്ല. ഇപ്പൊ പറഞ്ഞൊരു വാക്കില്ലേ, ആ വാക്കിൽ ഞാൻ വിശ്വസിക്കുന്നു. ആ വാക്കിൽ ഞാൻ വിശ്വസിക്കുന്നു. കാരണം ശിമയോൻ പത്രോസ് ആ വാക്കിൽ വിശ്വസിക്കാൻ കാരണം, ശിമയോൻ പത്രോസിന് അറിയാം ദൈവം വിശ്വസ്തനാണെന്ന്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ മനസ്സിലൊന്ന് പറഞ്ഞേ, വിശ്വസിച്ച് ആരാധിക്കുന്ന എൻ്റെ മുമ്പിലുള്ള ഈ ദൈവ സാന്നിധ്യം, ഈ ദൈവം വിശ്വസ്തനാണ്. പൗലോസ് ശ്ലീഹ തന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, ദൈവം വിശ്വസ്തനാണെന്ന്. ദൈവം വിശ്വസ്തനാണ്. ഞാനും നിങ്ങളും ചിലപ്പോൾ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചിട്ടുണ്ടാകാം. പക്ഷെ ദൈവം നിങ്ങളോട് വിശ്വസ്തനാണ്. നിങ്ങൾ എത്രയോ പേരോട് അവിശ്വസ്തരായിരുന്നു. നമ്മൾ പലരും അവിശ്വസ്തരാണ്, പല കാര്യത്തിലും വിശ്വസ്തരല്ല. ദൈവം ആരാണെന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പൗലോസ് ശ്ലീഹ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ദൈവം വിശ്വസ്തനാണ്. എഴുതി വെക്കണം പുസ്തകത്തിന്റെ താളുകളിൽ, ഏത് പ്രതിസന്ധിയിലും ദൈവം വിശ്വസ്തനാണെന്ന്. നീയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ആരാധിച്ചിട്ട് എന്തുണ്ടായി എന്നൊക്കെ ചോദിച്ച് നമ്മളെ കളിയാക്കുന്നവരോട് പറയണം, ദൈവം വിശ്വസ്തനാണെന്ന്. അധരം തുറന്ന് ഉറക്കെ പ്രഖ്യാപിക്കേണ്ട ഒരു വാക്കാണ്, ദൈവം വിശ്വസ്തനാണ്. നീ വിശ്വസ്തനല്ല, ഞാൻ വിശ്വസ്തനല്ല. പല കാര്യത്തിലും നമ്മൾ ഓരോരുത്തരും അവിശ്വസ്തത കാണിക്കും. എന്നാൽ ദൈവം നിന്നോട് അവിശ്വസ്തത കാണിക്കില്ല. ദൈവം നിന്നോട് വിശ്വസ്തത കാണിക്കും. ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അതാ ശിമയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ ഈ വല എറിയും നിന്റെ വാക്കിൽ. ആ വാക്ക് ഞാൻ അനുസരിക്കുകയാണ്. എന്നിട്ട് ആ വല ഇറക്കിയപ്പോൾ ധാരാളം മത്സ്യങ്ങൾ ആ വലയിൽ വന്നു. ആ വലയിൽ കുടുങ്ങി. ആ മത്സ്യത്തെ കൊണ്ടുവന്നത് ആരാ? രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു മീനിനെ പോലും കിട്ടാതിരുന്ന അന്തരീക്ഷത്തിൽ ഇത്രയും മീൻ എങ്ങനെയാ വന്നേ? അത് ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ അധ്വാനിക്കുമ്പോൾ അതിൽ അനുഗ്രഹം വന്ന് കയറണമെങ്കിൽ, ഐശ്വര്യം വന്ന് കയറണമെങ്കിൽ ദൈവത്തിൻ്റെ വാക്കിൽ നിൽക്കണം. വിശ്വസ്തനായ ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കണം. അങ്ങനെയെങ്കിൽ ജീവിതത്തെ ഒന്ന് കൊടുത്തേ. ശിമയോൻ പത്രോസിൻ്റെ ആ വള്ളം ഒന്നുമില്ലായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അനുസരിച്ച് കഴിഞ്ഞപ്പോൾ ആ വള്ളത്തെ ദൈവം പിടയ്ക്കുന്ന നല്ല മത്സ്യങ്ങളെ കൊണ്ട് നിറച്ചു. ജീവിതത്തെ ഇതുപോലെ മത്സ്യങ്ങളെ കൊണ്ട് നിറച്ചതുപോലെ
അനുഗ്രഹം കൊണ്ട് നിറയ്ക്കുവാൻ പോവുകയാണ്. ഇന്നത്തെ ആശീർവാദം ഒത്തിരി ഇല്ലാത്തതിനെ, നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ചിലതിനെ നിങ്ങളുടെ ഭവനങ്ങളിൽ ദൈവം നിറയ്ക്കും, ദൈവം കൊണ്ടുവരും. വിശ്വസിക്കുന്നെങ്കിൽ ആ കരം ഹൃദയത്തോട് ചേർത്ത് വെച്ച്, എൻ്റെ അധ്വാനത്തെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ചുമ്മാതല്ല അത്രയും മത്സ്യങ്ങൾ ആ വള്ളത്തിൽ വന്നത്. കയ്യും കെട്ടിയിരുന്നപ്പോഴും വിമർശിച്ചപ്പോഴുമല്ല, ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചപ്പോഴാണ്, ആരാധനയോടെ നിന്നപ്പോഴാണ്, ദൈവത്തിൻ്റെ മുമ്പിൽ ആ വാക്കിൻ്റെ മുമ്പിൽ എളിമയോടെ നിന്നപ്പം അതനുസരിച്ചപ്പോഴാണ്, അനുസരിച്ചതിലൂടെ അനുഗ്രഹമുണ്ടായത്. ദൈവവചനം അനുസരിക്കുന്ന നിങ്ങളിൽ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നിങ്ങളിൽ അനുഗ്രഹത്തെ നിറയ്ക്കുന്നൊരു ദൈവമുണ്ട്. അനുഗ്രഹത്തെ നിറയ്ക്കുന്നൊരു ദൈവമുണ്ട്. ദുഃഖം മാറ്റി സന്തോഷം നിറയ്ക്കുന്നൊരു ദൈവമുണ്ട്. നഷ്ടം മാറ്റി നന്മയെ നിറയ്ക്കുന്നൊരു ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ വിശ്വാസത്തോടെ കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടി ഒന്ന് പ്രാർത്ഥിച്ചേ. നിന്റെ സാന്നിധ്യം മതി, നിന്റെ സാന്നിധ്യം മതി, എനിക്ക് നിന്റെ സാന്നിധ്യം മതി. ഈ പ്രതിസന്ധി സാരമില്ല, ഈ പ്രശ്നം എനിക്ക് പ്രശ്നമല്ല, ഈ ദുരിതങ്ങൾ എനിക്ക് പേടിയില്ല, പക്ഷെ എനിക്ക് നിന്റെ സാന്നിധ്യം വേണം. നിന്റെ സാന്നിധ്യത്തിന് അത്രമേൽ വിലയുണ്ട്. ഇന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ആഗ്രഹിച്ചൊന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, എല്ലാവരും പ്രാർത്ഥിക്കുന്നു, ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നിന്റെ സാന്നിധ്യം മതി. എല്ലാവരും പ്രാർത്ഥിച്ച്, എല്ലാവരും ആരാധിച്ച്, എല്ലാവരും പാടിയേ. നിന്റെ സാന്നിധ്യം മതി, നിന്റെ സാന്നിധ്യം മതി, നിന്റെ സാന്നിധ്യം മതി, നിന്റെ സാന്നിധ്യം മതി. ഒന്നുറക്കെ പാടിയേ. സാന്നിധ്യം മതി യേശുവേ, നാഥാ നിൻ സാന്നിധ്യം മതി. വിശ്വാസത്തോടെ നിൻ സാന്നിധ്യം മതി. നിങ്ങളുടെ കുടുംബങ്ങൾ ഈ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രാർത്ഥനകൾ ഈ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. നിൻ സാന്നിധ്യം മതി. ഈ സാന്നിധ്യം അത്ഭുതങ്ങളെ ചെയ്യും. ഈ സാന്നിധ്യം തിന്മയുടെ കെട്ടുകളെ മാറ്റും. ഈ സാന്നിധ്യം വിടുതൽ കൊണ്ടുവരും. സാന്നിധ്യം മതി. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഇന്നത്തെ പ്രവൃത്തി. നിങ്ങളുടെ വരുമാനത്തിന്റെ ദശാംശം സുവിശേഷ പ്രവർത്തനത്തിനായി മാറ്റിവെച്ച് മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വിമലപാതയിലെ എപ്പിസോഡുകൾ വീണ്ടും കാണുന്നതിനും ശാലോം ടിവിയിലെ മറ്റു പ്രോഗ്രാമുകൾ ലഭിക്കുന്നതിനും ശാലോം ടിവി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേദനിക്കുന്നവർക്ക് ആശ്വാസമേകാൻ, തകർന്നവർക്ക് പ്രതീക്ഷയേകാൻ സുവിശേഷ പ്രവർത്തനത്തിൽ പങ്കാളിയാകുവിൻ. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക.